ഹായ് ഫ്രണ്ട്സ്, ഇത് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5 എന്ന ഫോണാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച്, ഔട്ടർ സ്വിച്ചും ഇന്നർ സ്വിച്ചും കംപ്ലൈൻ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും കംപ്ലൈൻ്റാണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സ്വിച്ചിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫോണ് ഓൺ ആവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്വിച്ചൊന്ന് മാറ്റി നോക്കാം. ഇതിൻ്റെ സ്വിച്ച് നമ്മൾ പല കടകളിലും തിരക്കിയിട്ട് ഇതിൻ്റെ സ്വിച്ചും ഇതിൻ്റെ ഔട്ടർ സ്വിച്ചും ഇന്നർ സ്വിച്ചും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതുമായിട്ട് മാച്ചാകുന്ന 2 സ്വിച്ചുകൾ നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ പാർട്സുകളൊക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വിച്ചെല്ലാം ഫിക്സ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കവറെല്ലാം ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊരു മാഗ്നറ്റിൽ സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്സാകത്തില്ല. നമുക്ക് ഓരോ സ്ക്രൂ ആയിട്ട് എല്ലാ സ്ക്രൂവും നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ചാർജർ ഒന്ന് കുത്തി നോക്കാം, ചാർജ് കയറുന്നുണ്ടോ എന്നുള്ള. നമ്മുടെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ഉണ്ട്. അത് കസ്റ്റമർ മാറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്മൾ റെഡിയാക്കി ഓണാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫോൺ നമ്മുടെ ഓണായിട്ടുണ്ട്. നമ്മുടെ സ്വിച്ചും ഇപ്പോൾ ഓണായിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മൾ ഓണോ ഓഫായി പോകുമായിരുന്നു. അതിൻ്റെ സ്വിച്ച് മാറിക്കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ഔട്ടർ സ്വിച്ച്, നമ്മുടെ കവറിലുള്ള വരുന്ന സ്വിച്ച് കൂടെ നമുക്ക് മാറണം. അതിൻ്റെ സ്വിച്ച് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു, അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വേറെ ഒരു കമ്പനിയുടെ സ്വിച്ച് അത് ഫിക്സ് ആക്കണം. നമ്മുടെ ഫോൺ ഇപ്പം പൂർണ്ണമായിട്ടും ഓണായി വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനിയും ഈ ഔട്ടർ സ്വിച്ച് നമ്മുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് ബാക്കിയിടാനുള്ള സ്ക്രൂകൾ കൂടി ഇട്ട് ഔട്ടർ സ്വിച്ച് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ സ്വിച്ചൊക്കെ ഫിക്സ് ചെയ്തു. സ്വിച്ചെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോളിയം ബട്ടണും എല്ലാ സ്വിച്ചും വോളിയം അപ്പും ഡൗണും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. നമ്മുടെ പവർ സ്വിച്ചും എല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വർക്കും കംപ്ലീറ്റായി, സക്സസ് ആയിട്ട്. ഇനി നമുക്ക് പവർ ഒന്ന് ചാർജ് ഒന്ന് കുത്തി നോക്കാം, കയറുന്നുണ്ടോ നമ്മുടെ ചാർജ് കയറുന്നുണ്ട്. ടച്ചെല്ലാം വർക്കാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സർവീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ഫോണും സക്സസ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആർക്കെങ്കിലും മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുവല്ല രാമഞ്ചിറയിലാണ്, JJ മൊബൈൽസ്. നിങ്ങൾക്ക് മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.